ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനെ ഭയപ്പെടുകയും അവൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിൻ്റെ ഭക്തർ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം ക്രിസ്തീയ കുടുംബം രക്ഷയുടെ പാതയിൽ എന്നുള്ളതാണ്. ഈ ഒരു വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ കുടുംബ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ ആപ്തവാക്യമാണ് ക്രിസ്തീയ കുടുംബം രക്ഷയുടെ പാതയിൽ എന്നുള്ളത്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്കുള്ള ദൈവവിളിയാണ് വിവാഹം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു: ദൈവം അവിടുത്തെ അത്യാഘാത രഹസ്യത്തിൽ ഏകാന്തതയല്ല, പ്രത്യുത ഒരു കുടുംബമാണ്. എന്തെന്നാൽ അവിടത്തേക്ക് അങ്ങിൽ തന്നെ പിതൃത്വവും പുത്രത്വവും കുടുംബത്തിൻ്റെ സത്തായ സ്നേഹവുമുണ്ട്. ദൈവിക കുടുംബങ്ങളിലെ ആ സ്നേഹമാണ് പരിശുദ്ധാരൂപി. കുടുംബമാകാനുള്ള വിളി ദൈവത്തിൽ നിന്നാണ് ഓരോ വ്യക്തിക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങൾ ദൈവിക പദ്ധതിയുടെ ഭാഗങ്ങളാണ്. സുവിശേഷ ചൈതന്യത്തിൽ നസ്രത്തിലെ തിരു കുടുംബത്തിൻ്റെ മാതൃകയിൽ ജീവിക്കുവാനാണ് ഓരോ ക്രിസ്തീയ കുടുംബങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ചെറിയ വീട്ടിൽ മഴയത്ത് പിഞ്ഞാണം വരെ നിരത്തി വെച്ച് ചോർന്നൊലിച്ച് കൈ കുഞ്ഞിനും കാവലിരുന്ന് ഇടിയും മിന്നലും തൻ്റെ പൊന്നോമനെയും ഭാര്യയും ചേർത്തിരുത്തി നേരം വെളുപ്പിച്ചിരുന്ന കാലത്തും രാവന്തിയോളം മെയ്യൊരുക്കി പണിയെടുത്ത് വീട്ടിൽ വന്ന് കയറുന്ന ഒരു അപ്പൻ്റെ ചിത്രം. ആ കഷ്ടപ്പാടുകളുടെ നടുവിലും കുടുംബം ഒന്നിച്ചിരുന്നുള്ള പ്രാർത്ഥനയിലും കൂട്ടായുള്ള ഭക്ഷണം കഴിക്കലിലും പങ്കുവയ്ക്കലിലുമൊക്കെ പെസഹായിലെ പങ്കുവയ്ക്കൽ ശുശ്രൂഷയുടെ മറ്റൊരു പൂർത്തീകരണമാണ് നടക്കുന്നത്. കുടുംബം ഒരു പെസഹ അനുഭവമാണ്. സ്വയം എരിഞ്ഞമർന്ന് ഒരു മെഴുകുതിരി പോലെ മക്കൾക്കും ഭാര്യയ്ക്കുമായി അധ്വാനിക്കുന്ന അപ്പനും മക്കൾക്കും ഭർത്താവിനുമായി സ്നേഹം ചാലിച്ച് വിളമ്പുന്ന അമ്മയും ആ സ്നേഹത്തണലിൽ വളരുന്ന മക്കളും ഒരർത്ഥത്തിൽ ഓരോ ഉത്തമ കുടുംബവും കുർബാനയ്ക്ക് അല്ലെങ്കിൽ കാൽവരിയിൽ നമ്മുടെ നാഥിൻ്റെ ബലിയുടെ ഏടുകൾ തന്നെയാണ്. നാം നമ്മുടെ കുടുംബത്തിൽ ചേട്ടനോ ചേച്ചിക്കോ അനിയനോ അനുജത്തിക്കോ ഒക്കെ വേണ്ടി സഹിക്കുന്ന ചെറിയ ത്യാഗങ്ങളൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. കുടുംബം ഒരു കാൽവരി ബലിയാണ്. അടുത്തതായി, കുടുംബം ഒരു ദേവാലയമെന്ന് നാം സ്ഥിരമായി കേൾക്കുന്നതാണ്. വിവിധങ്ങളായ അർത്ഥത്തിലാണ് നാം ഇത് ഉപയോഗിക്കുന്നതെങ്കിലും ഒരു സ്ഥലം ദേവാലയമാകാൻ അടിസ്ഥാനപരമായ ആവശ്യം അവിടുത്തെ പ്രാർത്ഥനാ അന്തരീക്ഷമാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമേ ഒരുമിച്ച് നിലനിൽക്കുന്നുള്ളൂ. ഇവിടെയാണ് കുടുംബത്തിൽ പ്രാർത്ഥനാ അന്തരീക്ഷം, കുടുംബം ഒരു ദേവാലയമാകേണ്ടതിൻ്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത്. ഒരു ക്രൈസ്തവ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സന്ധ്യാസമയങ്ങളിൽ അവിടെ നിന്ന് ഉയർന്നു കേൾക്കുന്ന ജപമാല പ്രാർത്ഥനകളാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ പല കുടുംബങ്ങളിലും കുടുംബം ഒന്നിച്ചിരുന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കുടുംബം ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കണം. അവിടെ ദൈവവിചാരമുണ്ടാകും, സമാധാനമുണ്ടാകും, കൂട്ടായ്മയുണ്ടാകും. അപ്പം നമ്മൾ പറഞ്ഞു, കുടുംബം ഒരു പെസഹ അനുഭവമാണ്, കുടുംബം ഒരു കാൽവരി ബലിയാണ്, കുടുംബം ഒരു ദേവാലയമാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ കുടുംബങ്ങൾ ഇങ്ങനെയൊക്കെയാണോ? ഇന്നത്തെ നമ്മുടെ കുടുംബങ്ങൾക്ക് രണ്ട് അവസ്ഥകളുണ്ട്. ഒന്നാമത്തേത് ബാബേലിൻ്റെ അവസ്ഥ. ബാബേൽ ഗോപുരം എന്നാൽ എന്താ? നമ്മൾ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഈ ബാബേൽ ഗോപുരത്തെക്കുറിച്ച് കാണുന്നത്. മനുഷ്യരെല്ലാവരും ഒരു ഭാഷ മാത്രം സംസാരിച്ചിരുന്ന കാലത്ത് അവരുടെ ഐക്യം കാണിക്കാൻ അവർ വലിയൊരു ഗോപുരം നിർമ്മിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്നു, അവരുടെ ഭാഷ ചിതറിച്ചു. അതായത് അവരിൽ ഒരുവൻ പറയുന്ന ഭാഷ വേറൊരുവന് മനസ്സിലാകുന്നില്ല.
ഇവിടെയാണ് ബാബേൽ എന്ന ഗോപുരത്തിന്റെ പ്രസക്തി. ഇന്നത്തെ നമ്മുടെ പല കുടുംബങ്ങളും ഈ ബാബേൽ ഗോപുരം പോലെ ആകുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അപ്പന്റെ ഭാഷ മകനും, സഹോദരന്റെ ഭാഷ സഹോദരിക്കും, അമ്മയുടെ ഭാഷ മകൾക്കും മനസ്സിലാകുന്നില്ല. എന്നിട്ടവർ പരസ്പരം പറയുന്നു, ആരും എന്നെ മനസ്സിലാക്കുന്നില്ലെന്ന്. ഒരിക്കലും നമ്മുടെ കുടുംബങ്ങൾ ഒരു ബാബേൽ ആകരുത്. പരസ്പരം മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയയാണ് കുടുംബത്തിനാവശ്യം. രണ്ടാമത്തേത് സിമിത്തേരിയുടെ അവസ്ഥയാണ്, നിശബ്ദതയുടെ അവസ്ഥ. കുഞ്ഞുണ്ണി മാഷിന്റെ 2 വരി കവിതയുണ്ട്. ലോകം ഒന്നായിരിക്കുന്നു, കമ്പി കൊണ്ടും കമ്പിയില്ല കമ്പി കൊണ്ടും കരളുകൊണ്ടല്ല. ആധുനിക ജീവിത സൗകര്യങ്ങൾ ഒരു ചെറുപട്ടണമായി നമ്മെ മാറ്റുമ്പോഴും മനുഷ്യർ തമ്മിലുള്ള അകലം വർദ്ധിച്ചു വരികയാണ്. മാതാപിതാക്കളും മക്കളും അവരവരുടെ ലോകങ്ങളിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥ. ഒരിക്കലും നമ്മുടെ കുടുംബങ്ങൾ മൗനത്തിന്റെ, നിശബ്ദതയുടെ സിമിത്തേരികളാവരുത്. പരസ്പരം പങ്കുവെക്കലും തുറന്നു പറച്ചിലുകൾക്കും വീഴ്ച വരുത്താതിരിക്കട്ടെ. കൂടുമ്പോൾ ഇമ്പം വരുന്നിടം, അതായിരിക്കണം കുടുംബം. സ്വയം പങ്കുവെക്കലിൻ്റെയും സ്വയം ചെറുതാകലിൻ്റെയും അലിഞ്ഞില്ലാതാകലിൻ്റെയും ഒക്കെ ചെറിയ വേർഷനുകളാണ് കുടുംബം. നമ്മുടെ വീടുകൾ കുടുംബങ്ങളായും ദേവാലയങ്ങളായും പരിണമിക്കപ്പെടുമ്പോഴാണ് രക്ഷ സാധ്യമാകുന്നത്, നമ്മൾ രക്ഷയുടെ പാതയിൽ എത്തുന്നത്. സന്തുഷ്ട കുടുംബം സ്വർഗരാജ്യത്തിൻ്റെ മുന്നാസ്വാദനമാണ് എന്ന് ജോർജ് ബെർണാഡ് ഷായുടെ വാക്കുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ക്ലാസുകൾ അവസാനിപ്പിക്കട്ടെ. തിരുക്കുടുംബം നമ്മുടെ കുടുംബങ്ങൾക്ക് മാതൃകയാവട്ടെ. നന്ദി, നമസ്കാരം.